ഹലോ, ഇന്നൊരു ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് എഗ്ഗ് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഇഞ്ചി, പിന്നെ കുറച്ച് വലിയുള്ളി കുറച്ച് മതി കേട്ടോ. പിന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല, പിന്നെ ലേശം ചിക്കൻ മസാല. ഇതാ ഉരുളൻകിഴങ്ങ് വേവിച്ച് നല്ലോണം ഉടച്ചത് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പൂട് ചേർക്കുക. അപ്പോൾ അതാ നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പുഴുങ്ങിയ കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മളെ കൂട്ട് ടൈമിൽ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതെല്ലാ കോഴിമുട്ടയും നമ്മൾ മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കൂട്ട് കൈമേൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ച കോഴിമുട്ടൻ്റെ മേലെ അതൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ അതെല്ലാ കോഴിമുട്ടയും അതുപോലെ തന്നെ നമ്മൾ ആ കൂട്ട് വെച്ചിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് പോലെ ആക്കിയെടുത്താണ്. പിന്നെ ഇത് ബ്രെഡ് പൊടിയാണ്. നേരത്തെ നമ്മൾ ആ കൂട്ട് വെച്ച് പൊതിഞ്ഞെടുത്ത കോഴിമുട്ട എടുത്തിട്ട് ആ മൈദ മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ സ്നാക്സ് പൊരിച്ചെടുക്കുക. അതിന് ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് അധികമൊന്നും വേവാനില്ല, അതിൻ്റെ ഉള്ളിലുള്ള എല്ലതും വെന്തതാണ്. അപ്പോൾ മുകളിലൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കോഴിമുട്ട ഒന്ന് ഹാഫ് വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കോഴിമുട്ട നല്ലോണം വേവിക്കണം.